അപ്പോൾ ഹലോ ഗൈസ്, ഇനി നമ്മളിതാ സർവൈവൽ ഗെയിം ഓഫ് മൈൻക്രാഫ്റ്റ് മൊബൈൽ പാർട്ട് 2. കഴിഞ്ഞ കളിക്ക് നമുക്ക് നേരം കിട്ടായിട്ട് എന്താ വില്ലേജ് കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. നമ്മളിപ്പോൾ കോർഡിനേറ്റ്സൊക്കെ ഞാൻ മറന്നിരിക്കുന്നു, ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ പിന്നെ അതേക്ക് തന്നെ പോകണം. -307 എന്നാണ് തോന്നുന്നത്. കൂടുതലല്ല പറയാം. അയ്യോ, ഫ്രെയിം റേറ്റ് പറഞ്ഞു. അയ്യോ, അങ്ങോട്ടും അല്ലേ. അപ്പം കൂടുണ്ട്. ഇവയ്ക്ക് പോയാൽ കിട്ടും തോന്നുന്നു. അപ്പൊ കുറച്ച് പോവാല്ല ദൂരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് റേറ്റ് ഉണ്ട്. ആദ്യം കുറച്ച് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാം. ഇതേ 3 വന്ന് ഫുഡും ഇല്ല. അതുകൊണ്ട് ഫുഡൊക്കെ നമുക്ക് കുറവാട്ടോ. കഴിഞ്ഞാൽ അറിയുമ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ നിർത്തിക്കണം. ഇപ്പം നമ്മൾ പെട്ടെന്ന് വന്നുകൊണ്ട് അതിന് മുന്നേ തുടങ്ങാം. ടിക്കറ്റ്സ് പൊട്ടോളം മൈനൊക്കെ ഉണ്ട്. എൻ്റെ ഡോണ്ടസിൻ്റെ കിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു നഷ്ടം. ഇപ്പം എനിക്കാണെങ്കിൽ കളിക്കണം എന്നുണ്ട്, പക്ഷെ എന്തോ ഒരു കാരണത്തായിട്ട് കിട്ടണില്ല. ആർക്കും അത് എന്താണെന്നറിയാണെങ്കിൽ എന്ന് പറയണേ. അവരെടുക്കുമ്പോൾ മൾട്ടിപ്ലെയറോ അങ്ങനെന്തോ പറഞ്ഞൊരു ഇന്റർനെറ്റ് പിക്ചർ കാട്ടിത്തരാണ്. പിന്നെ ലൊക്കേറ്റിംഗ് സെർവർ പറയണത് അതാണ്. ഈ ലൊക്കേറ്റുന്നില്ല പിന്നെ തേങ്ങ. നമുക്കത് പെട്ടെന്ന് മൈൻ ചെയ്യാം. പൊട്ടാനേക്കണം. ഇത് നമ്മൾ ജാവക്കാണ് ഇതൊന്നും കാട്ടിത്തരില്ല. ദൂരത്തൊന്നും കാട്ടിത്തരില്ല. അതല്ലേ ഏറ്റവും കൂടുതൽ കാട്ടി. ക്രാഫ്റ്റിൻ്റെ ഇല്ലേ, പ്രോസ് ക്രാഫ്റ്റിൻ്റെ ഉണ്ടാക്കും. നമുക്ക് പിക്കച്ചറ ഇതും പിന്നെ പരിസോടും പിന്നെ ഒരു ഫർണിച്ചറാണ്. ഗരിയൊന്ന് ജസ്റ്റിൻ്റെ ആവശ്യമില്ലല്ലോ. അത്ര പെട്ടെന്ന് കഴിഞ്ഞോ ജസ്റ്റ്? നമുക്ക് വേറൊരു ഏജ് ഉണ്ട്. ഓ മൈ ഗുഡ്നെസ്, ഫക്ക്. അയ്യോ, ഇങ്ങോട്ട് വരല്ലേ. എനിക്ക് പെട്ടെന്ന് റൂട്ടെടുത്തോണ്ട് മണ്ട അല്ലെങ്കിൽ നടക്കും തോന്നണില്ല. ഓ ഫക്ക്, എന്തൊരു തേങ്ങാക്കൊല. എടാ ലാഗ്. ഈ നേരത്തെ തന്നെ ഇങ്ങനെ ആകണില്ല. ഇവയ്ക്കന്നെ ആണ് 380 എത്തണം. അതെല്ലാം പാടും. ഓ മൈ ഗുഡ്നസ്. എന്താ പറയണ്ടേന്നും കൂടി തൊള്ള കിട്ടണില്ല. ഓക്കെ, വളർത്തിട്ട് ഒന്നൊരു സേഫ് സോൺ മാത്രമാണ്. ഓ മൈ ഗുഡ്നസ്, മൊത്തം ഇതാണ് കേട്ടോ മോബ്സ്. രാത്രി സർവൈവ് ചെയ്യണത് ഇഷ്ടമല്ലാത്ത കാര്യം. ഇവിടെ എവിടെയാണെന്നല്ല പറഞ്ഞേ. നമുക്കിപ്പോൾ ഈ മരത്തിൻ്റെ മേലെ കയറി നിൽക്കാം. ഇവിടെ നിന്നിട്ട് ലാസ്റ്റ് ലൊക്കേറ്റ് ചെയ്യാം. ലൊക്കേറ്റ്
ക്രാഫ്റ്റ്. പിന്നെ വില്ലേജ്. എവിടെ -344 456. 344 പറയുമ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് പിന്നെ അങ്ങോട്ടോ. നമുക്കിനി പോവാൻ കുറേ ഉണ്ട് മോനെ. ക്രീപ്പേഴ്സ്. ഓക്കെ, കുറച്ച് സാധനങ്ങൾ മെൽറ്റ് ചെയ്യല്ല, ഫുഡ് കുക്ക് ചെയ്യാം. അല്ലേ ഫുഡില്ല. എടാ ചങ്ങായി, ആ സാധനം ഈ റൗണ്ടിലില്ലേ, അത് പോയിസണസ് അവിടെ. ഞാനൊരു വട്ടം ട്രയൽ ചേംബറിൽ നിൽക്കുന്ന സമയത്ത് കണ്ടതാ. അതെ, ഈ ഒരു വഴിക്ക് നേരെ മണ്ടണ ഞമ്മള്. അത് നടക്കും തോന്നണില്ല മോനെ. അമ്മായി ഒരു പാച്ചിലൊക്കെ ആയിട്ടില്ലെങ്കിൽ എത്രങ്ങനെ മോപ്സ് ഉണ്ടാവും അറിയാം പിന്നാലെ. ക്രീപ്പർ മാമ അതിൻ്റെ അടുത്തേക്ക് വന്ന് സ്കെൽട്ടന് വെടിക്കല്ലേ. ഓ ചത്ത്. ഓ മൈ ഗുഡ്നസ്. വെടിക്കല്ലേ. യോ നഗറ്റ്സിന് പൊട്ടെ. സ്പൈഡർ എന്തൊരു സ്പീഡിലാ വന്ന് നിങ്ങൾ കണ്ടില്ലേ? ആ ലാഗിന്റെ ഒക്കെ ഒരു അബ്ദേ. നമുക്ക് ഈ സൈഡ് കൊണ്ടുവരാം. ഓ എന്തപ്പത് മോജങ്ങ ഹാർഡിലല്ല കേട്ടോ, നോർമലാണ്. വെച്ച് അപ്പൊ എത്ര കാണും സ്കൾട്ടന്. ഫുഡ് തിന്ന് നമുക്ക് മെല്ലെ ഈ വഴി പിടിച്ച പോയപ്പോ ഏറെ കൊണ്ടങ്ങളെ എന്തൊരു എടുത്തേന്നറിയോ. എടുത്തെത്തിയില്ലേ നമ്മള് വില്ലേജിന്റെ. എത്രയാണ്? 450. അയ്യോ, എത്തിയിട്ടില്ല. ഇനി കുറച്ച് പോവാണ്ട്. എന്റെ സ്പ്രിൻ ജമ്പ് ചെയ്താൽ കൂടുതലായിട്ട് കുറയും. അയ്യോ വരുന്നുണ്ടോ? വരുന്നുണ്ട്. പെട്ടെന്ന് പോ. സ്പ്രിൻ ജമ്പ് ചെയ്താവുന്ന ഒരു കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് അവിടെ എത്തിക്കിട്ടിയ ഒരു ബെഡ് പിടിച്ച് കക്കുക. അത്രന്നെ ഒരു പണിയുള്ളൂ. എത്താനായില്ലേടാ. എത്തിയല്ലോ. അയ്യോ, മറ്റേ കോർഡിനേറ്റ്സ് കറക്റ്റ് അല്ല, അതുകൊണ്ടാ. അയ്യോ, പേപ്പർ കണ്ടോ, ബ്ലാസ്റ്റ് ആകാൻ നിൽക്കുക. കൊണ്ടിട്ടെ കേൾക്കണ്ടേ? ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് കോർഡിനേറ്റ്സ് കറക്റ്റാണ്. ഒന്നേക്കൊണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. എടി എന്തൊരു പെട്ടെന്നാടാ അത് കഴിയണേ. ഇങ്ങനെ പോയാൽ നമുക്ക് കുറച്ച് ഫുഡ് കമാൻഡ് കൊണ്ട് എടുക്കേണ്ടി വരും കേട്ടോ. അർജന്റായി തുടങ്ങി. എന്തൊരു പെട്ടെന്നാ ഫുഡൊക്കെ കഴിയണേ. സ്പീഡ് കൂടിയോ? കൂടിയതാണോ സ്പീഡ് കൂടിയതാണ്?
ഓ മൈ ഗുഡ്നസ്, എന്തൊരു തേങ്ങ പിന്നെ വാങ്ങി, കണ്ടതുമില്ല. ഏതാ നമ്മൾ പ്ലാസ്റ്റിക് എത്തിയടാ, പ്ലാസ്റ്റിക് എത്താൻ പാടില്ല. നമ്മൾ പ്ലസ് ആയോ? പ്ലസ് പറയണോ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോർഡിനേറ്റ്സ് നോക്കണേ. എൺപത്തിനല്ലേ നമ്മളെ ശരിക്കും -300 സംതിങ് എത്തണം. നമ്മൾ ഇങ്ങനെ പോയിട്ട് കുറച്ച് ഫുഡ് എടുക്കാം. നിങ്ങൾക്ക് ഫുഡ് എടുക്കാതെ അറിയില്ലെങ്കിൽ ഇതാ കണ്ടോളെ / പിന്നെ ഓ മൈ ഗുഡ്നസ് ഉണ്ടണം, അതല്ലാതെ രക്ഷയില്ല. കൊണ്ടുപോയിട്ടുണ്ട് അതന്നെ / ഓ അയ്യോ 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 എന്താണ് സ്റ്റേക്കില്ലേ സ്റ്റേക്കിന്റെ ഇതില്ലാത്ത കുക്കഡ് എന്നാണോ? കുക്കഡ് ബീഫാണ്, ബീഫ് അതും ഒരു എടുക്കാം. പിന്നെ ഇത് കുറച്ചൊന്ന് ഹീലാകട്ടെ, മൂജിനൊന്ന് കുറേ പോവാനുണ്ട്. 546 അവിടെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് 546 പോകാനോടെ, ഇപ്പം അതിനകത്ത് പോകാനുണ്ട്. രാവിലെയോ? എടാ രാവിലെ ആയടാ, ഇനി പേടിച്ചിട്ടുണ്ടോ? കുറച്ച് ആനിമൽസിനെ കൊല്ല. എടാ രാവിലെ ആയക്കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ലട്ടോ. ഫുഡ് കുക്ക് ചെയ്യാൻ വില്ലേജ് കണ്ടെത്തി, വില്ലേജ് കിട്ടി. അപ്പൊ ഇതേത് വില്ലേജ്? ഇത് വേറെ ഏതാണല്ലോ, നമ്മൾ അതിന് നോക്കിയത് വേറെ. പിന്നെ കണ്ടിട്ടൊരു OP വില്ലേജ്, എന്താണത്? വില്ലേജ് തന്നെയാണോ അത് ടൗണോ? ഭയങ്കര വലിയൊരു വില്ലേജ്. ഇത്ര വലിയ വില്ലേജ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇമ്മാതിരി വലിയ വില്ലേജ്. ആദ്യം നമുക്ക് തുറന്നു കിടക്കണ്ട ഇല്ല ഇവിടില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ വീടില്ല, ഇതിൽ ഒരു തേങ്ങ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതിലുണ്ടാവില്ല, എന്തായാലും നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വില്ലേജ് ഫോമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതാണ്. എടാ ഫുഡ് വെക്കണ്ടേ ഓലത് നോക്ക. ഫ്ലെയിമോ നല്ലതാണല്ലോ. നമുക്ക് ആദ്യം സ്പൂൺ പോയിന്റ് വെക്കാം. ഫുഡ് കിട്ടി, കുറച്ച് ഗോൾഡും കിട്ടി. ഗോൾഡ് എന്താണെങ്കിലും പൊട്ടിച്ച് പോയത്. പിന്നെ എന്താ ഇതിൻ്റെ റൂട്ടുണ്ടാവില്ല, പിന്നെ റൂട്ടുണ്ടാവും.
ഇനി നമുക്ക് പേടില്ല മനെ, പേടില്ല, ഒരു തുള്ളി പേടില്ല മനെ. അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ വേറെ ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. നമ്മള് നേരത്തെ നോക്കിയപ്പോ ഇത് കിട്ടിയല്ലോ, എന്താ സ്ഥലത്തിൻ്റെത്. ആ വില്ലേജ് പോയാലും നമുക്ക് റൂട്ട് കിട്ടും. അത് മിക്കവാറും ഒരു ചെറിയ വില്ലേജ് ആക്കാൻ ചാൻസ് കൂടുതലാണ്. അറിയില്ല കേട്ടോ, ഞാനിത് ആദ്യമായിട്ട് ഇമ്മാതിരി വലിയൊക്കെ ഒരു വില്ലേജ് പറയുമ്പോൾ നമുക്ക് കുറച്ച് നേരം സ്റ്റിക്കായല്ലേ. കംഫർട്ടബിൾ ഒന്ന് കുറച്ചങ്ങനെ കംഫർട്ടബിൾ ഒക്കെ ആയിട്ട് പോയാൽ പോരാ. ഇവിടെ ഉണ്ടല്ലോ ഫുഡ്, നിറച്ച് ഫുഡാണ്. എന്താവണോ പേരല് കൊണ്ടുമ്പോ വീട്ടിൽ നിറച്ചുണ്ട്. ഫുഡിന്റെ കാര്യം തീർന്നു. ഫുള്ള് മര്യാദക്കാം. എത്ര അത് നമുക്ക് ലൂട്ട് ചെയ്യാൻ നോക്കാം. എന്നിട്ട് മതി ഫുഡൊക്കെ കുറച്ച് കൂടിയിരിക്കണ ഫുഡൊക്കെ. ഇത് നമ്മൾ നോക്കിയിട്ടില്ലല്ലോ, കുഴപ്പമില്ല. നോക്കുന്നുണ്ട് ചിലപ്പോൾ. അതിനത്രക്ക് ലൂട്ടൊന്നും ഇല്ലാത്തതാണ്. എന്തൊരു ബ്ലാക്ക് സ്മിത്ത് ഒന്നില്ലേ? ബ്ലാക്ക് സ്മിത്ത് അല്ല, എനിക്കറിയാം. ഇതെന്തൊക്കെ ഒന്നും നോക്കാം. നോൺ മാപ്പ്. അപ്പൊ ഇത് നോൺ മാപ്പായി. മാപ്പ് ചെയ്യണോ? എവിടെ ഇത്ര വലുതാണ് ഈ വില്ലേജ്? നമ്മളിപ്പോ എവിടെ? നമ്മളിപ്പോ എവിടെ ഇത്ര ഒരു വീറ്റ് ഹോഴ്സ് ബാസ്കറ്റ് ഇന്ത്യയിൽ ചില സാലറി കിട്ടിയാൽ ഇന്റെ ഇതും കൂടെ കേട്ടോ. എന്നിട്ട് ഈ ഒരു വില്ലേജ് നമ്മൾ ചോദിക്കാം. മറ്റേ വില്ലേജില്ലേ, അവിടെ പോയിട്ട് അവർക്ക് ആൺകുളത്തിന് നല്ല കത്തിച്ച് പോകാം. മറ്റേ അയമോ ഇവിടെ നമ്മളൊക്കെ ചെയ്യാനൊരു ബ്ലാക്ക് സ്മിത്ത് കിട്ടിയടാ. കുഴപ്പമില്ല. ഇത് നടന്നോട്ടെ. സ്പെയർ എടുക്കാം. ഇത് രണ്ട് സ്പീക്കർ ഇവിടെ ഒരു സ്റ്റാക്കൊക്കെ ഉണ്ടോ നിർത്താൻ പറ്റരുത്. എന്താ പറയാ, ഏതേലും ഇങ്ങോട്ട് പോയതാ. ചെറിയ മൂക്കൊലിപ്പുണ്ട്, ആ ഒരു പ്രശ്നമുണ്ട്. വേറൊരു കുഴപ്പമില്ല. ഇത് ഈ വില്ലേജ് മാതിരൊന്നും തോന്നുന്നില്ലല്ലോ.
ഈ തോന്നാണത് ആണ് തോന്നുന്നുണ്ട് അല്ലേ? അല്ല തോന്നുന്നു കേട്ടോ. അതല്ല തോന്നുന്നു. എന്നൊക്കെ മറ്റേ വില്ലേജിലൊന്ന് പോയിട്ട് വരാം. ഒരു ബെഡ് എടുക്കാം. മഞ്ഞ മെരക്ക് റോക്സിന്റെ വീഡിയോ ഉണ്ടല്ലോ വില്ലേജർ മൂത്ത് വെച്ചിട്ടുണ്ടാകപ്പാടെ. അങ്ങനൊക്കെ ആണെങ്കിൽ ഈ മഞ്ഞ ബെഡാക്കുന്നത് അല്ല അല്ലേ? sorry for that. ഇന്ത്യകളെ നേരെ പോയാൽ നമുക്ക് നമ്മളെ എത്തിക്കാൻ എത്തും. എവിടേക്കാ എത്താണ്ട് അവിടേക്കാണ്ട് എത്തി അല്ലേ? അല്ല കുറച്ച് അങ്ങനെ പോവാ. അപ്പം ഒരേ സമയത്ത് ഒരേ എത്തിക്കോളും. ടീപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ ടീപ്പ് ചെയ്താൽ നമുക്ക് ഈ കൂടെ അഡ്വഞ്ചർ ചെയ്യണ അത് കിട്ടില്ലല്ലോ. അതുകൊണ്ട് സ്റ്റേക്ക് പറയണം 3 ഹെൽത്ത് കൂട്ടറാണ്. അപ്പം നമുക്ക് 3 ഹെൽത്ത് തിന്നാം. അങ്ങനെ ആക്കാം. ഒന്ന് സുഖമായിട്ട് ചെയ്താൽ പോരെ. സിമ്പിൾ. അതാ മറ്റേ കുറേ ഉണ്ട്. മറ്റേത് എവിടെയാണ് മൈനസ്? അതാ 2 മൈനസാ. അപ്പൊന്നും നടക്കൂല. കൊറേ പോവാണ്ടാവും. 4 അതേരെ 3 പിള്ളേര് ഇവിടെ പംകിൻസ് കറക്റ്റ് വയ്യ പോണത്. കറക്റ്റ് വയ്യ, പക്ഷെ മറ്റേ മൈനസ് ഒന്നുമില്ല. അതൊക്കെയാണ് തെറ്റിയത്. കുറച്ച് കൂടുതൽ പോകേണ്ടി വരും തോന്നുന്നു. മൈനസ് അല്ലേ? ഓ എന്നാ ഓ ഇതിന്റെ നേരൊക്കെയാണ് ഇല്ലേ? അതിപ്പോ നമ്മൾ ആ വില്ലേജിന്റെ നമുക്ക് എത്തണം. ഞാൻ ആ വില്ലേജിന്റെ കോർഡിനേഷൻ സ്റ്റോർ ചെയ്തിട്ടില്ല. എത്തണ വില്ലേജ് നമുക്ക് പിടിച്ച അല്ലാതെ നടക്കും തോന്നുന്നില്ല. രാത്രിയാകാനേക്കണേ. നമുക്ക് ഇവിടെ ക്യാമ്പ് അടിച്ചാൽ നെറ്റ്. ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് നൈറ്റ് തോന്നുന്നുണ്ട്. സെക്കൻഡ് നൈറ്റ് ജേണി. അപ്പൊ ആ മറ്റേ തായംകുളത്തിനെ കൊന്നിട്ട് പോന്നാ മതി. അതെ എത്ര പോണം? അത്യാവശ്യം നല്ലോണം പോവാണ്ടോന്നുണ്ട്. 400 അല്ലേ? ഇങ്ങനെ കൊറേ പോവാണ്ട് വരും. എനിക്ക് കയറിയില്ല. എനിക്ക് ചാടുന്നു. ആദ്യത്തെ ദിവസത്തില് പാർട്ട് 1 ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു എനിക്കാണ് ചാടി. അങ്ങനെയൊക്കെയാണെങ്കിൽ ചിന്തിച്ചു നിങ്ങള്.
അപ്പൊ ഇപ്പോഴാണ് നമ്മളൊരു കറക്റ്റ് ഇതിലെത്തിയത്. ഒരു ബോട്ട് ഉണ്ടാക്കണ്ടേന്ന് തോന്നുന്നു. ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ല, കുറച്ച് ബോട്ട് എടുക്കുക. ഇത് ഒറ്റ ഇത് അയൺ ഹെൽമെറ്റ്. അങ്ങനെ ഇപ്പത് ഇവിടെ ഇങ്ങനെ അയ്യോ, ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ചാടണോ? മണ്ടം തീരെ ഒന്നുമില്ല. നിർത്താം. നാളെ പോകുന്നോണ്ട് നമുക്കൊന്നുകൂടി പെട്ടെന്ന് എത്താൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പറഞ്ഞു പോകാൻ ചോദിച്ചാൽ ഡാക്കറി അക്കേഷ്യ വില്ലേജ്. ഇവിടെ ബ്ലാക്ക്സ്മിത്ത് ഉണ്ടാകുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല കേട്ടോ. എടാ, ഇതൊരു നല്ല ടെറൈനാണല്ലോ. ഇവിടെ നമുക്ക് നേരെ ബേസ് ആക്കാം. നല്ല രസമുണ്ട് കാണാൻ സ്ഥലം. ഇവിടെ വേറെ പ്ലെയർ ആക്ടിവിറ്റിയിലെ മാതിരി അവിടെ ഇരുന്നൊക്കെ ആദ്യത്താണ് ഒരു അക്കേഷ്യ വില്ലേജ് എന്ന് പറഞ്ഞത്. എടാ, സൈഡില് 2 ഒരു ഹോഴ്സിന് കിട്ടും. ഇത് അടിപൊളിയാണല്ലോ ഇങ്ങനെ പോയാ. ഫുഡിന്റെ കാര്യത്തിൽ ഇനി ഒന്നും നോക്കാതെ ഫുഡ് ഇല്ല, പ്രശ്നമില്ല. മുകളിലും മറ്റൊന്നും അടിക്കുന്നുണ്ട്. എമറാൾഡ് നല്ലതാ. ഞങ്ങൾക്ക് എന്താ ലെജർ ഹൗസ് അവിടെ മേടിക്കുന്നുണ്ട്. ഇവിടെ ഹോഴ്സ് ഉണ്ടാവുമെന്ന് എനിക്കൊരു ഉറപ്പില്ല കേട്ടോ. കാരണം ഇതൊരു മനസ്സ് പറയുന്ന ഹോഴ്സ് ഇവിടെ ഉണ്ടാവില്ല. അത് ചെറിയൊരു സാധനങ്ങളുണ്ട്. കമ്പസ് നമുക്ക് വേസ്റ്റ് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമുക്ക് ലോഡ്സ് ഉണ്ടാക്കാം, വേണമെങ്കിൽ ഇതും ഉണ്ടാക്കാം. ഈ ബാരലൊക്കെ എന്താ ഞാൻ ഒന്നും വെക്കാത്ത പിന്നെ എന്തെങ്കിലും ഇതാണ് ഇവിടെ ഫോമ്. അയ്യോ, ഇവിടുത്തെ ഫോമ് മറ്റേ പ്ലെയിൻസ് ഫോമിന് കാട്ടിലും നല്ല കേട്ടോ. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിലും. പോഷൻ ബ്രൂവറാണ്.
പോയത് നേരെ ഹൗസിൽ കണ്ണ് തട്ടി നോക്കിയിട്ട് എന്തായാലും പെട്ടെന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് പോയിട്ടില്ലല്ലോ. ഇതിനെ എഴുതിയിരുന്നു. അതെ, ഇതും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ വാർത്ത കൂടെ നേരെ പിടിക്കാം. രണ്ട് ഹൗസിൽ നമുക്ക് ആകെ സാധനം വാങ്ങും കേട്ടോ. ഇവിടെ വേറെ വില്ലേജറാവും. അതൊരു കേവിൻ്റെ ഉള്ളിലയ്യോ. ഇവിടെ അടിപൊളിയാണല്ലോ, വലിയൊരു വില്ലേജാണല്ലോ. ഇതും നേരെ നല്ലതാണ്. വേറെ കമ്പസിൻ്റെ ആവശ്യം ഇല്ല. നമുക്ക് ഇപ്പം ഇങ്ങനെ കിട്ടും. ആദ്യം ഇവപ്പോൾ ഒന്നുണ്ടാവില്ല, പിന്നെ ഈ വില്ലേജ് ആണ് വരുന്നുണ്ടോ. നമുക്ക് 2 വില്ലേജായി. ഇവിടെ എന്തേലും അതിൻ്റെ കറക്റ്റ് എൻ്റെ ഫുള്ള് ആർമറുമായി. വേറെ ആണെന്നുള്ളൂ. ഇതിൻ്റെ പേപ്പർ ഫുള്ള് കണ്ടാൽ മനസ്സിലാക്കാം. ഇവിടെ പറയാം നിന്നിട്ടുണ്ടോ ഇല്ലല്ലോ. നമുക്ക് നേരെ പഴയ ഭയത്തിലാണല്ലേ ഈ പോത്തുണ്ടാവുക. കാളല്ല പോത്ത്. എന്തങ്ങനെ പടിഭാഗമൊക്കെ കഴിഞ്ഞാൽ നേരെ ഒന്നുണ്ട്. ഇപ്പെടുക്കണ്ട. ഇപ്പൊ തന്നെ നമുക്ക് ഏറെ ഫുഡാ. നമ്മൾ വന്നപ്പോൾ ഇവിടുത്തെ ചങ്ക് ലോഡായാണ്ട് ഇങ്ങനെ ആയിട്ടൊന്നുമില്ല. ഡസ്റ്റിന് അയ്യോ അതെറ്റിയേ. ഇവിടെ ഒറ്റൊരു വില്ലേജർ ഹൗസ് നല്ല രസമുണ്ടാ. നല്ല വ്യൂ ഉണ്ടാവും. പെട്ടെന്ന് ഇവിടെ ഫാമുണ്ടല്ലോ. ഇതൊറ്റൊന്നില്ലാത്ത അല്ല, ഇത് ബുച്ചറാണോന്നുണ്ട് ഇവിടെ. നമ്മക്ക് നമ്മളെ ബേസ് ഇവിടെ ഉണ്ടാക്കാം. അല്ല ഉയരത്തിൽ. അത് ബുച്ചറാട്ടോ. ഇത് ബുച്ചർ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ അങ്ങനെ കുറച്ച് പശുവളം ഉണ്ടാക്കാം. നമ്മളൊരു കുറച്ച് ബുച്ചറ്, വലിയൊരു ബുച്ചറായിക്കോട്ടെ. തിന്ന് ഇതൊന്ന് തിന്നാ മതി. അത്ര ഉണ്ടോ എന്താ നമുക്ക് ഇവിടെ കുറച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇതൊക്കെ ആക്കണം കേട്ടോ. കുറച്ച് വലിയൊക്കെ ഒരു ബേസ് ആക്കണം. നിർബന്ധ സ്ഥലം ഉണ്ടാവില്ല. ബുച്ചർ ഹൗസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഇവിടെ ഉണ്ടോ കുന്നിൻ്റെ നമ്മളൊരു പേരാക്കി മാറ്റാം. അപ്പോ മാറ്റി തുടങ്ങാം.
വില്ലേജ് ട്രെയിനിങ്ങളൊക്കെ അടിയുണ്ടാക്കേണ്ടി വരും. കാരണം അപ്പളെ അവിടെ ഇതാക്കും. ഇവിടെ വാ ചെറുത്തറ ലാഗോ അവിടെ നിൽക്കണ്. വെക്കുക. മോഡുണ്ടോ? ഇല്ല, മോഡില്ല. ചെറിയ മോഡുണ്ട്. ഒരു മോഡ് ഇടലുണ്ട് മെയിനാറ്. അതായത് മരം ഒരു ഇതും കട്ടണ സമയത്ത് അങ്ങനെ കണ്ടിട്ടതാ. കുഞ്ഞിൻ്റെ മെയിനാറ് ഇത് മെയിൻ ചെയ്ത ഇതും കിട്ടുന്നു. രണ്ടിച്ചേട് മോമോസ് ഒരു വില്ലേജ് ട്രേഡിങ് ഉണ്ടാക്കാൻ അറിയില്ല ശരിക്കും. അത് നമുക്ക് അടുത്ത വീഡിയോക്ക് ഉണ്ടാക്കാം. കാരണം ഇപ്പോഴേ എനിക്കൊന്നൊരു ഷോർട്സ് ഒക്കെ ഒന്ന് നോക്കണ്ടേ, ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടാണ്ട് ഒന്ന് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കാം. വില്ലേജ് ട്രേഡിങ്ങുകളുടെ ചെറിയ കലാവിധികൾ നിങ്ങൾക്കറിയെങ്കിൽ കമൻറ്റിൽ വിട്ടാൽ മതി. ഞാൻ നോട്ട് ചെയ്തുകൊണ്ട് ഇല്ല അപ്പത്തിന് ഇതൊക്കെ കളയാനൊന്നുമില്ലല്ലോ. ഇതൊക്കെ ജസ്റ്റ് തന്നെ കൈ പൊച്ചേണ്ടതാണ്. നമുക്ക് അമ്മായിട്ടല്ലേ പിന്നെന്ത് പേടിച്ചാല്. അയ്യോ കുളിച്ച് പൊടിക്കണ്ട. Oh, hell no. Hell no. Fuck. കുട്ടി പുറത്ത് ചാടിയടാ. കുട്ടി എവിടെ? അപ്പൊ കുട്ടി you have to die. You can't get out of the tent. Okay? Tata. ഇവിടെ മുണ്ടന് ഇവിടെ കൊച്ചു പിരാന്താ. സോറി മൂമു. എന്താ പറയുക, ഞങ്ങൾക്ക് വേറെ മൂന്നുണ്ടാക്കാൻ തരാം. മൂന്ന് മൂമു തത്തു. മൂമു ഞാൻ കൊന്നിട്ടില്ല കേട്ടോ മൂമുനെ. ഞാൻ കൊന്നിട്ടേ ഇല്ല. നല്ല കുട്ടിയാണ് മൂമൂന്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മൂമൂനൊന്നും കൊന്നില്ല. ഇത് കിട്ടും. അല്ല അതൊരു സീരിയൽ കില്ലറൊന്നുമല്ല. മൂന്നാരാണോ കൊന്നേ? വാങ്ങുന്നു. ശേഷം കഴിഞ്ഞ് തുടങ്ങിട്ട നമ്മളെ പണി കഴിഞ്ഞത്. എടാ ഈ മൂമുകള് ഈ ഫക്കിങ് മൂമു എടാ എല്ലാരും പുറത്തിടാ. എടാ എങ്ങനെടാ നോക്കാൻ
അതിനുള്ള കണ്ണോട് തരൂടാ ഇന്നൊന്ന് പോയോക്കട്ടെ. അപ്പോൾ അടുത്ത കളി നമുക്ക് പിന്നെ കാണാം.